ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദൂസ് വേൾഡ്. അപ്പോൾ എൻ്റെ പേര് ഞാൻ ആദ്യം പറയാം. എൻ്റെ പേര് പ്രസീത. അപ്പോൾ കുറേ പേര് എന്നോട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആദ്യമേ പേര് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നതേം പോലെ തന്നെ കാലത്ത് എണീറ്റു മുറ്റടി തുടങ്ങി. ഇന്ന് ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യം പുറത്തുള്ള പണികൾ അടിക്കൽ തുടയ്ക്കൽ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് മെല്ലെ അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ അടുക്കള ജോലി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പുറം പണികളെല്ലാം ചെയ്യാറ്. അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ തന്നെ കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ അടിക്കൽ എണീറ്റതും എല്ലാവരും മുറ്റമാണല്ലോ ആദ്യം അടിക്കാറ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങി. പിന്നെ പലഹാരമാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് മെല്ലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. കാരണം എന്താ വെച്ചാൽ ചൂടോടെ കഴിക്കാമല്ലോ. കഴിക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. ചോറൊക്കെ വെക്കണ പക്ഷെ നമുക്ക് നേരത്തെ ചോറ് വെക്കണം. ഇത് പലഹാരമാകുമ്പോൾ നമുക്ക് മെല്ലെ ഉണ്ടാക്കിയാൽ മതി. കഴിക്കാൻ നേരത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ആദൂസ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ എണീറ്റിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇനി ആദൂസിനെ കുളിപ്പിക്കണം, ആദൂസിന് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതെ, കുളി കഴിഞ്ഞിട്ട് വരാം കേട്ടോ. കുളിക്കാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ തലയിലൊരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ. ആദൂസും കുളിച്ചു, ഞാനും കുളിച്ചു. പിന്നെ ആദൂസിന് ഭക്ഷണം കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനും കഴിക്കും കേട്ടോ. രണ്ടുപേർക്കും കൂടിയിട്ടാണ് എടുക്കുക, രണ്ടുപേരും കൂടി കഴിക്കും. അത് കഴിഞ്ഞിട്ട് ആദൂസിനൊരു ഉറക്കമുണ്ട്. ഞങ്ങൾ പഴയന്നൂർ പോകാൻ നിൽക്കുക കേട്ടോ. അച്ചൂട്ടി ഉണ്ട്, അപ്പോൾ അച്ചൂട്ടിയുടെ കൂടെ പഴയന്നൂർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കട്ടൻ ചായ വെച്ചു കേട്ടോ. കട്ടൻ ചായ വെച്ചിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. പിന്നെ പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ പാൽ, ആദൂസിന് പാല്, ഏട്ടന് ചായ വെച്ച് കൊടുക്കും. ഞാൻ പാൽ ചായ കുടിക്കില്ല, പാലും കുടിക്കില്ല പാൽ ചായയും കുടിക്കില്ല. അപ്പോൾ ആദ്യമേ ഞാനൊരു കട്ടൻ ചായ വെച്ച് കുടിച്ചു. കാരണം എന്താ വെച്ചാൽ രാവിലെ എണീച്ചപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കട്ടൻ ചായ കുടിച്ചു. അപ്പോൾ ഇന്ന് അപ്പമാണ് ഇട്ടുണ്ടാക്കുന്നത്, അപ്പവും കടലക്കറിയാണ്. അപ്പോൾ ഇതാ മെല്ലെ അപ്പം ചൂടാൻ തുടങ്ങി. പിന്നെ കടല കുക്കറിലാക്കി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അത് പിന്നെ കുക്കറിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ, പിന്നെ അത് അധികം റിസ്ക് ഒന്നുമില്ല. അപ്പോൾ എന്താ ചായ തിളച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആദൂസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആദൂസിന് പാല് തിളപ്പിച്ച് ചൂടാറ്റിയിട്ട് കൊടുത്തു. അപ്പോൾ ആദൂസ് അതും പിടിച്ച് അങ്ങനെ ഇരുന്നു കുറച്ച് നേരം. സാധാരണ ഒരു മുട്ട പുഴുങ്ങിയത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവന് നല്ല ഇഷ്ടമാണ്, അപ്പോൾ അത് കഴിക്കും. അപ്പോൾ മുട്ട കൊടുത്തില്ല എന്ന്. അപ്പോൾ ഇതാ കടലക്കറി വെച്ച് തുടങ്ങി. കടലക്കറി വറുത്തരച്ച കറിയായിരുന്നു കേട്ടോ. നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കടലക്കറി വയ്ക്കുക. അപ്പോൾ അതൊക്കെ വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ആദൂസും കൂടി കഴിക്കാനിരുന്നു. ആദൂസിന് ഫോണ് വേണം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ ഒരു വായി കഴിക്കും, പിന്നെ ഇങ്ങനെ കുറേ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വായി വിളിച്ച് തോക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഫോണ് കാർട്ടൂൺ വെച്ചിട്ട് അവിടെ ഇരുത്തും. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം കാണിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് അവനങ്ങനെ വാശിയൊന്നുമില്ല, അവൻ തന്നെ കളിച്ചോളും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടോയ്സോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെയൊക്കെ അങ്ങനെ കളിച്ചോളും. കോഴീനെയും കാക്കനെയൊക്കെ നോക്കിയിട്ട് കഴിച്ചോളും, കളിക്കുകയും ചെയ്യും. ഫുഡ് കഴിക്കുമ്പോൾ മാത്രം കുറച്ച് നേരം ആ കഴിച്ച് കഴിയുന്നത് വരെ മാത്രം നമ്മൾ കുറച്ച് കാർട്ടൂൺ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവന് കുഴപ്പമില്ല, പിന്നെ അവൻ അങ്ങനെ കളിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കമുണ്ട്. അപ്പോൾ ഇത് ഞാനും ആദൂസും കൂടി ഫുഡൊക്കെ കഴിച്ച് കഴിയാറായി കേട്ടോ. ഞങ്ങൾ പഴയന്നൂർ പോകാൻ നിൽക്കുകയാണ്. കുറച്ച് പരിപാടികളുണ്ട്, കഫേയിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇതാ കഴുകാൻ പാത്രങ്ങൾ കിടക്കുന്നുണ്ട്, അതൊക്കെ കഴുകി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഞങ്ങൾ കഫേ എത്തി കേട്ടോ. കഫേക്ക് പോയതിപ്പോൾ വെറുതെ ആയി, ഈ പോയ കാര്യമൊന്നും നടന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. കുറച്ച് പണി ബാക്കി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോയി. കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ കനാലിൽ വെള്ളം അടിക്കുന്നത്, വീട്ടിൻ്റെ പുറകിൽ തന്നെയാണ് കനാലിൽ വെള്ളം അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ അങ്ങനെ പോവാറില്ല. ആരെങ്കിലും ആദൂസിനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പോവാറുള്ളൂ, അല്ലെങ്കിൽ അവനെയും കൊണ്ട് പോയിട്ട് നമുക്ക് അലക്കാൻ പറ്റില്ലല്ലോ അവിടെ. ഉറക്കിയിട്ട് പോയാലും ഇവിടെ ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഇന്ന് അച്ചൂട്ടി അപ്പൂസൊക്കെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോയി. അപ്പൂസൊക്കെ അർമാദിച്ച് കുളിക്കുക വെള്ളത്തിൽ. നല്ല രസമാണ് കേട്ടോ അവിടെ. എല്ലാവരും ഞങ്ങൾ സാധാരണ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ 3-4 പേരുണ്ടാവും, എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് നിന്ന്
എന്നിട്ടൊക്കെയാണ് അലക്കം മെല്ലെ വരുള്ളൂ. നല്ലൊരു ടൈം പാസ്സാട്ടോ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ പുഴയിൽ നിന്നാട്ടോ വെള്ളം അടിക്കുന്നത്. ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം വരാറുണ്ട്. പാടങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം അടിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായി. അപ്പോൾ നമുക്ക് അലക്കുകയും ചെയ്യാം, കുളിക്കുന്നവർക്ക് കുളിക്കുകയും ചെയ്യാം, പാടത്തേക്ക് വെള്ളമായി. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ തൊടിയിലോട്ട് പോയിട്ടാ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഒന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കില്ല. അപ്പോൾ ഒന്ന് ഈവനിങ് ആയിട്ട് വെറുതെ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ആരുമില്ല, പണിക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസും എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ കുറച്ച് കായ ബജ്ജി, പരിപ്പ് വട, മുളക് ബജ്ജി അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായ വെച്ച് അത് കഴിച്ചു. പിന്നെ രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കി. മാന്തൾ മീൻ വറുത്തതും പിന്നെന്താ വാഴയ്ക്കുപ്പേരി ആയിരുന്നു കേട്ടോ രാത്രിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് കിടക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.